തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട്
കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ഗീതം
പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ.
കറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയും. സ്തുതി ഭാവപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. കർത്താവേ, അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ബലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ബലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അകാലത്തിൽ തന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആസരനെ ഉയർത്തിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവ്വശക്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നാമത്തിലാമേ മത്സ്യശാസ്ത്രാത്മക്കൊക്കെ തമ്പുരാന്റെ ഗണമനത്തോളം മത്സ്യചേരനുകളും ഉണ്ടായിരിക്കട്ടെ. ഇപ്പുറത്തേക്ക് മാറ്റണം ക്യാമറ എന്നുള്ള കളിയാണ്. പുറകിൽ കുറച്ചേരം പോവാണ്.
ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. സ്നേഹം തന്നോരിൻ പ്രിയരെ, ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി
ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നോക്കല്ലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നാളത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനെയും എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ
ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവന് സുഖകരമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പിക്കും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യത പുലരുന്നു. ക്ഷയമുള്ളോരക്ഷയരാകും. മധ്യതയേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാൽ എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രഭനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കണമേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ നീക്കും ആമേ. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലംഭാഗി നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. സഹോദരി വിശുദ്ധ പൗലോസ് യാത്രക്കാർക്ക് ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പറ്റി നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുന്നതാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചെടുക്കുമ്പോൾ തടസ്സമില്ലായിരുന്നു. നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാൽ ഞാൻ കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിരുന്ന ഏലിക്കുട്ടി അമ്മച്ചി ഇന്ന് സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് നിത്യസമ്മാനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ അമ്മച്ചിയെ പറ്റി അറിയുന്നത് 87 വർഷക്കാലം ജീവിച്ചിരുന്നതാണ്. ഈ അമ്മച്ചി 87 വർഷക്കാലം ജീവിച്ചു എന്ന് പറയുമ്പോൾ ചെറുപ്പകാലം നാട്ടിലായിരുന്നു. എറണാകുളം, പിറവം ആ പ്രദേശത്തോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലായിരുന്നു. തുടർന്ന് വയനാട്ടിലേക്ക് കുടിയേറി പാർത്തു. അരിഞ്ചാൽമല, പിന്നെ ചെറുകാട്ടൂര്, അവസാനം 10-60 വർഷത്തോളം ഇവിടെ, 40 വർഷത്തേക്കുള്ള ഇവിടെ ഈ
വെള്ളമുണ്ട പ്രദേശത്തുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. ആ നാട്ടിൽ നിന്നും വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മച്ചിക്ക് സ്വന്തമായിരുന്നത് തൻ്റെ കുടുംബാംഗങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് കർത്താവിൻ്റെ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് അമ്മച്ചി ഈ നാട്ടിലേക്ക് കുടിയേറി പാർത്തത്. ദൈവം തന്ന 5 മക്കളെ അവരെ ദൈവാനുഗ്രഹത്തിൽ വളർത്തുവാനും നല്ല നിലയിൽ എത്തിക്കാനൊക്കെ അമ്മച്ചിക്ക് സാധിച്ചു. ലോകത്തിൽ അറിയപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ, വലിയ പ്രശസ്തിയേകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ അമ്മച്ചിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ പാവം ഒരു അമ്മച്ചിയായിരുന്നുകൊണ്ട്, ജീവിച്ചുകൊണ്ട്, ദൈവിക പുണ്യങ്ങൾക്ക്, ദൈവിക താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് ആവശ്യമായ വിശ്വാസവും വിശുദ്ധിയും നൽകി നന്മയിലേക്ക് വളർത്തി ഒരു പാവം അമ്മച്ചി നാട്ടുകാർക്ക് നല്ലൊരു സഹോദരി, കുടുംബത്തിലെ മക്കൾക്ക് നല്ലൊരു അമ്മച്ചി, കൂടപ്പറപ്പുകൾക്ക് നല്ല ഒരു കൂടപ്പറപ്പ് ഒക്കെ ആയിട്ട്, ഭർത്താവിന് നല്ലൊരു ഭാര്യയൊക്കെ ആയിട്ട് അമ്മച്ചി ഒതുങ്ങി ജീവിച്ചു. കാര്യം അടുത്ത കാലത്ത് അമ്മച്ചി കുർബാന കൊടുത്തപ്പോഴും കണ്ടു, അതിന് മുമ്പ് കണ്ടപ്പോഴും മനസ്സിലാക്കി നിർത്തുന്നുള്ളൂ. അമ്മച്ചിക്ക് യാതൊരു തരത്തിലുള്ള മനക്ലേശങ്ങളും ഇല്ല. അമ്മച്ചി ശാന്തമായിട്ട് ഉറങ്ങുന്നു, ശാന്തമായി കിടക്കുന്നു. ആ കിടപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു മാലാഖ കിടക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അതായിരുന്നു അമ്മച്ചി ജീവിതം. അമ്മച്ചിയുടെ ജീവിതത്തിന്റെ അവസാനവും അങ്ങനെ തന്നെയായിരുന്നു. വേണ്ടുന്നതെല്ലാം കുർബാനയും രോഗിലേവനൊക്കെ പലപ്പോഴും അമ്മച്ചിക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാനും കുർബാനയും കൊടുത്തതാണ്. അമ്മച്ചിയുടെ സ്വന്തക്കാരൻ അച്ഛൻ വരുമ്പോഴൊക്കെ കുർബാന കൊടുക്കുന്നുണ്ട്. മുൻ വികാരിമാരെ ഇടയ്ക്കൊക്കെ സംസാരിപ്പിക്കുകയും അതിനേക്കാൾ കൂടായിട്ട് രോഗിലേവനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഒരുങ്ങി അമ്മച്ചിക്ക് വേണ്ടിയത് അതായിരുന്നു, വേറെ ഒന്നുമല്ല. ലോകത്തിലൊരു സൗഭാഗ്യങ്ങളും വേണ്ട. ആദ്യം പറഞ്ഞതുപോലെ പാവപ്പെട്ട ഒരു അമ്മച്ചിയായി ജീവിച്ചു. എല്ലാവർക്കും മക്കൾക്ക് നല്ലൊരു അമ്മയായി, ശാന്തതയും സ്നേഹം നിറഞ്ഞൊരു അമ്മച്ചിയായി ജീവിച്ചു. എല്ലാവർക്കും പ്രചോദനം നൽകിയ, ദൈവീയ ചൈതന്യം നൽകിയ ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ മരണവും അങ്ങനെ തന്നെയാണ്. ഇന്ന് അമ്മച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക്. അമ്മച്ചി മരിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം അമ്മച്ചി നിത്യസൗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് തന്റെ ദൗത്യങ്ങളും തന്റെ ജീവിതത്തിൽ നൽകി കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ്, ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ്. അമ്മച്ചി ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. തനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങൾക്ക് ശേഷം അമ്മച്ചി രോഗിയായി കിടന്നു. ആ കാലഘട്ടങ്ങളെല്ലാം തന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി. പൗലോസ്ലീഹ തിമോത്തിക്ക് ലേഖനത്തിൽ വായിച്ചു കേൾക്കുന്നത് പോലെ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ജീവന്റെ ദൈവം എനിക്ക് നിത്യകേളം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ, ആ പ്രാർത്ഥനയ്ക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ അമ്മച്ചി വിരിഞ്ഞു പോകുന്നത്. ഈ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ, അമ്മച്ചിക്ക് മാനുഷികമായ ചില കുറവുകളുണ്ടാകാം. ആ കുറവുകളും സഭയുടെ നാമത്തിൽ ഒരുമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതും പൊറുക്കും. കർത്താവ് പിഴാസത്തിനെയും കുറിച്ചുകൊണ്ട് യോഗ്യത പരിഗണിച്ചുകൊണ്ട് അതും പുറത്ത് അമ്മച്ചിയെ സുഖത്തിലേക്ക് എടുക്കും. ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല, മക്കളെ, നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. നിങ്ങളുടെ നല്ല അമ്മച്ചി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടി നല്ല മാതൃകകൾ നൽകി. ലോകത്തിൽ അറിയപ്പെടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രതാപം പ്രശസ്തിയോ ഒന്നും ഉണ്ടാക്കി തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ ദൈവിക ചൈതന്യം, ദൈവിക അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ കരിമ കുടുംബത്തിലെ മക്കളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചു നാളായുള്ള ഞാൻ മനസ്സിലാക്കിയത്, അവർ ദൈവത്തോടെ കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ്, പള്ളിയോട് പട്ടക്കാരുടെ കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ്, ദിവസവും പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ ദൈവിക ചൈതന്യത്തിൽ ജീവിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഈ അമ്മച്ചിയും ഈ അമ്മച്ചിയുടെ ഭർത്താവായിരുന്ന അപ്പച്ചനൊക്കെ ആയിരുന്നു. അതാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം. അത് നിങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംതൃപ്തമായിരിക്കാം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കൊച്ച്, ഈ കുടുംബിനി, മോളി, മഞ്ജു കാര്യമായിട്ട് അമ്മച്ചി നോക്കുന്നുണ്ട്. മറ്റെല്ലാ മക്കളും മരുമക്കളും നോക്കി, എല്ലാ മക്കളും നോക്കി. മഞ്ജുവാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. മഞ്ജു അത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അമ്മച്ചി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക. ഈ അമ്മച്ചിയുടെ മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. മാതാപിതാക്കളെ നോക്കുന്ന നല്ല മക്കൾക്ക് ദൈവം വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കും ആ കൃപ നൽകട്ടെ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുന്ന അമ്മച്ചിയോട് സന്തോഷിക്കുക, നന്ദി പറയുക. ഈ അവസരത്തിൽ ഓർക്കുന്ന ഒരു വലിയ കാര്യം, ഷാജി എന്നോട് അടുത്ത കാലത്ത് കുർബാന കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ വന്ന് കുർബാന കൊടുത്തു. ഷാജിക്കും തോന്നി, എനിക്കും തോന്നിയാ ചെയ്യാൻ. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അമ്മച്ചിക്ക് അതിന് ആയുസ് കിട്ടിയില്ല, പിന്നെ അത് നാൾ കിട്ടിയില്ല. അതെല്ലാം വേണ്ടി അത് സ്വീകരിച്ചിട്ടാണ് അമ്മച്ചി പോയത്. അതുകൂടാതെ എല്ലാ മക്കളോടും ഒരു കുർബാന നേർച്ച തരാൻ പറഞ്ഞു. അതും അവർ ചെയ്തു. അപ്പൊ എല്ലാം അമ്മച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു.
ഈ അമ്മച്ചി ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള നന്മകൾ മാത്രം ഓർക്കുക. അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രചോദനമായി തീരട്ടെ. ഈ നാടിന് വേണ്ടി അമ്മച്ചി ചെയ്ത നന്മകളുണ്ട്. ഇവിടെയുള്ള അയൽക്കാർക്ക്, ഈ നാട്ടുകാർക്കൊക്കെ നല്ലൊരു സഹോദരിയായി, നല്ലൊരു മോളായി, നല്ലൊരു അമ്മച്ചിയായി ഈ നാട്ടിൽ ജീവിച്ചത് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഒത്തിരി ജനങ്ങളുടെയൊക്കെ സാന്നിധ്യം അതാണ് തെളിയിക്കുന്നത്. ഈ അവസരത്തിൽ ഈ അമ്മച്ചി ഓർത്തുമ്പോൾ നന്ദി പറഞ്ഞതിനൊപ്പം അമ്മച്ചിയുടെ ആത്മാവ് നിത്യശാന്തി നൽകി. അതും കുറവുണ്ടെങ്കിൽ കർത്താവിന്റെ വിലാസത്തിനെയും കുശുവത്തിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിത്യശാന്തി നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മച്ചിയുടെ നല്ല ജീവിതം കണ്ട് നമുക്ക് സന്തോഷിക്കാം. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അമ്മച്ചിയെ പറ്റി നമ്മൾ നല്ല ചിന്തിക്കുന്നുണ്ട്. അമ്മച്ചി സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ അടുത്തേക്ക് വിളിക്കപ്പെട്ട് പോകുന്നു. ഈ അമ്മച്ചിക്ക് സന്തോഷത്തിൽ ടാറ്റ കൊടുക്കുന്നതിനൊപ്പം നമ്മൾ ഓർക്കണം, നാളെ ഞാനും നമ്മളൊക്കെ ഓരോരുത്തരും ഇതുപോലെയുള്ള സമമഞ്ചത്തിൽ കിടക്കുമ്പോൾ മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മളും നല്ല വ്യക്തികളായിട്ട് ജീവിക്കണം. നല്ല അമ്മയായി, നല്ല സഹോദരിയായി, നല്ല മകളായി, നല്ല ഭാര്യയായി, നല്ല ഭർത്താവായി, നല്ല അപ്പച്ചനായിട്ട് ജീവിക്കണം. അതിനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ. എല്ലാ നന്മകളും നമുക്ക് ആശംസിച്ച് അമ്മച്ചി യാത്രയക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ അമ്മച്ചി കിടക്കുന്ന ആ പുഷ്പങ്ങൾ പോലെ അനേകായിരം പുഷ്പങ്ങൾ, അനുഗ്രഹത്തിന്റെ പുഷ്പങ്ങൾ നമുക്ക് അമ്മച്ചി സുഖത്തിന് വിതരട്ടെ. നമുക്ക് അമ്മച്ചിയോട് നന്ദി പറഞ്ഞ് സഭയോട് ചേർന്ന് അമ്മച്ചിക്ക് കുറവുണ്ടെങ്കിൽ അതെല്ലാം ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. നമുക്ക് എല്ലാവർക്കും എന്നതാത്തോടും ഭക്തിയോടും ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ അതിന്റെ നിന്റെ കൽപ്പന നീരമ്പോട്ട് പ്രവർത്തന ഈ ആത്മാവിനെ നിത്യാനത്തിൽ പുറമെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിസ്ഥിതിമാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവിൽക്കാൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനും വഴി മനുഷ്യവർഗത്തെ പ്രതീക്ഷയും ശരണവും പ്രധാനം ചെയ്തയായും വിജയത്തിൽ നിന്ന് മാവത്തിന്റെ പരിപാടി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സൗന്ദര്യാത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നമ്മോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കാൻ വേണ്ടി ദാസനവനത്തിൽ സ്വയം നിർത്തി ചിന്തയായും കരയുന്നവരുടെ നേരത്തോടെയും അവരെ ആശ്രയിക്കുകയും ചെയ്യണമെന്ന് നമ്മോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗങ്ങളെ പൊറുക്കുന്ന ആവശ്യമായി നിന്റെ ദാസിയുടെ ഭാഗങ്ങളെ പൊറുക്കുകയും അവരുടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും ആശ്രയിക്കുകയും ചെയ്യണമെന്ന് നമ്മോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നഭിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം
ഞാൻ നല്ലവണ്ണം ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ വീശുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ഉടനെ പള്ളിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും മുമ്പിലെ കുരിശും അതിൻ്റെ എൻ്റെ സൈഡിലായിട്ട് ആളുകൾ അണിനിരക്കുക. നടന്നാണ് പോകുക. വണ്ടിയുള്ളവര് ഒന്നുകിൽ ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പുറകിലായിട്ട് പോവുക. നമ്മള് കുടുംബാംഗങ്ങള് ഇവിടെ അന്തിചുമൽ നടത്തുന്നുണ്ട്. സെമിത്തേരിയിൽ പോയിരുന്നു അന്തിചുമൽ നടത്താൻ അവസരമുണ്ട്. ഏറ്റവും അടുത്ത് ആവശ്യക്കാർ മാത്രമേ അന്തിചുമൽ നടത്തുക. ബാക്കി എല്ലാവരും സെമിത്തേരിയിൽ നമുക്ക് അന്തിചുമൽ നടത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ലൈനായിട്ട് പോകാൻ വേണ്ടി ദയവ് ചെയ്ത് നടക്കണം. എല്ലാവരും സഹകരിക്കുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ അനുദിനമലിവോർക്കണമെന്നെ. ഭൂമിയിലവതരിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനായി. വണ്ടി അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിടവോ നാശിച്ചു. ശാന്തിയിൽ മകളെ പാപത്തിനു ഞാൻ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും കാഹളനാദം. വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും. സ്ത്രീത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും
പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. ചിത്രകന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകത്ത് പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ചരിത്രത്തിലുള്ള ദൈവത്തെ പ്രസാദിച്ച ദൈവം ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മത്സരേൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യാമറിയത്തിന് പ്രാർത്ഥനയാലും നിശ്ചയ അവരോടുകൂടെ ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരിടുകയും തെരഞ്ഞെടുപ്പ് ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വത്സലപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ മനോവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു.
ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ എന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപകാശങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളിൽ എന്റെ ആത്മാവിൽ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ സന്ധ്യയിലേക്ക് പോവുകയാണ്. മറ്റൊരിടത്ത് പോകുമ്പോൾ എല്ലാവരും സന്ധ്യയിലേക്കാണ്. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതത്തിൽ ഓർത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. മകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. സ്നേഹം തന്നോരിൻ പ്രിയരെ, ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.
പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹി വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. എന്നെ സൃഷ്ടിച്ചവന്റെ മേൽ കൈകൾ വെച്ചു, തോളിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നിഗമമാകുന്നതിൽ പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, ഹൃദയ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, കനകപ്രഭയിൽ അവരുടെ ഒളിച്ചിഹ്നം, അതിലുള്ളവരോ നാഥനെ പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുത്, അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും പ്രോകാര്യം കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം മുതൽ നീക്കും ഈശോനാഥ, മരണവും ഉയർന്നിൻ കനികളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകത്ത് പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ചരിത്രത്തിലുള്ള ദൈവത്തെ പ്രസാദിച്ച ദൈവം ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മത്സരം ഏൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും നിശ്ചയ അവരോടുകൂടെ ഇയാളെ തന്റെ വലത്തു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരിടുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വത്സലപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ മനോവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിന് ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധൻ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപകാശങ്ങളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളിൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടൊക്കെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നമ്മൾ സന്ധ്യയിലേക്ക് പോവുകയാണ്. മറ്റൊരിടത്ത് പോകുമ്പോൾ എല്ലാവരും സന്ധ്യയിലേക്കാണ്. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതങ്ങളിൽ ഓർത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ഇവിടെ കാടെന്നുള്ളൂ, കാട്. അതൻ ചെയ്കയില്ല, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്കയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ